പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ ദൈവാനുഗ്രഹത്തോടുകൂടി പുതിയ മത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ജനുവരി 1. ഈ അനുഗ്രഹം ഈ വർഷം മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഈശോ മിശിഹായുടെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ആശംസിക്കുന്നു. പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുന്ന കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ഇപ്പം അങ്ങ് ആവശ്യപ്പെട്ടിട്ടുള്ള ഈശോയെ, അഭിനയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ, സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കർത്താവേ, അവരെല്ലാം നീ അവരുടെ വിഷമതകളെയും ഭാരങ്ങളെയും ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്ന ഈശോയെ. അതുകൊണ്ട് ജീവിത യാവനകൾ നിറവേറ്റുന്നവർക്ക് കർത്താവേ, അതിനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയും അതിൻ്റെ പേരിൽ സാമ്പത്തികമായ ബാധ്യത ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥകളെ കർത്താവേ, അതിജീവനത്തിൻ്റെ പുതിയ വഴികൾ നീ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുങ്ങിപ്പോയ ലൂസായിപ്പോയ വിവാഹ മോതിരങ്ങളെ കാണിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ കർത്തത്തിൽ നിന്ന് ഞങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കുന്നു. ഒന്ന്, മുമ്പത്തിനേക്കാൾ ക്ഷയിച്ചു പോയിട്ടുള്ള ശാരീരിക അവസ്ഥയുള്ളവരെ, നേരത്തെ നല്ല ആരോഗ്യമുണ്ടായിരുന്നു, അവർ ക്ഷയിച്ചിരിക്കുന്നു, അവർ അതിൻ്റെ ഭാരങ്ങൾ അവരനുഭവിക്കുന്നുണ്ട്. ഈശോയെ, അതിൽ നിന്ന് അവരെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അതിനെതിരെ വരുന്ന അമിതമായ വണ്ണവും അമിതമായ ശരീര നീരുമുള്ളവരെ കർത്താവെ, അവരെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഇപ്പോൾ കർത്താവ് കാണിച്ച എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരുണ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ ഈ ഭവനം പ്രാർത്ഥിക്കുന്ന ഓരോ ഭവനങ്ങളെ ആശീർവദിക്കുന്നു. ആരെല്ലാം പ്രാർത്ഥന എവിടെയെല്ലാം കൂടുന്നുണ്ടോ ആ നിൽക്കുന്ന സ്ഥലം, ചിലപ്പോൾ ആശുപത്രിയിൽ നേഴ്സുമാരായിരിക്കും പ്രാർത്ഥന കൂടുന്നത്, ചിലപ്പോൾ ഡോക്ടർമാരായിരിക്കാം, ചിലപ്പോൾ സാധാരണ മനുഷ്യരായിരിക്കാം കൂടുന്നത്. ആരെല്ലാം എവിടെ നിന്നെല്ലാം കൂടുന്നു അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ,
കർത്താവ് ഏറ്റവും രോഗിയെപ്പോലെ തന്നെ മാനസികമായ വിഷമം അനുഭവിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ്, അവർക്ക് തൊഴിലിന് പോകാൻ പറ്റണില്ല, വീട്ടിലെ കാര്യം നോക്കാൻ പറ്റണില്ല, അവിടെ ആഹാരവും അനുദിനമായുള്ള ശാരീരിക മെയിൻ്റെനൻസോ ഒന്നും നടക്കണില്ല, അവരും വലതുപോലെ വല്ലാതെ വലയുന്നുണ്ട് ഈശോയെ. അതുകൊണ്ട് രോഗിയും ബൈസ്റ്റാൻഡറും ഒരുമിച്ച് അവിടെ നിന്ന് കർത്താവെ, അവിടെ നിന്ന് രോഗം സൗഖ്യപ്പെട്ടു പോകാനും കർത്താവ് നീ ഇടയാക്കണം. എല്ലാ ആശുപത്രികളെയും അതിരാലയങ്ങളെയും അവിടെ അന്തേവാസികളെയും അവിടെ പ്രവേശിപ്പിക്കുന്നവരെ മുഴുവൻ സമർപ്പിക്കും. ഐസിയിലുള്ള മുഴുവൻ രോഗികളെ സമർപ്പിക്കുന്നു. ഐസിയുവിൽ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഐസിയുവിന് പുറത്ത് നിൽക്കുന്നവരെ, അത് കൈകാര്യം ചെയ്യുന്ന നേഴ്സുമാരെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓപ്പറേഷൻ കുറിച്ചിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ എല്ലാം ഓപ്പറേഷൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ വരുമോ ഇല്ലയോ എന്ന് ഓർത്തുകൊണ്ട് വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഓപ്പറേഷങ്ങളെല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ചൊരിയണ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങളുടെ പരീക്ഷകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു, അവർ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. ഈശോയെ, അവരുടെ കഴിവ് കർത്താവ്, അവർ വീണ്ടും അവർ മനസ്സിലവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ റിസൾട്ട് ഒന്ന് നന്നാക്കി തന്നാൽ മതി, വീട്ടിലും തൽക്കാലം ഒന്ന് തല നേരെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ പഠിച്ച് കരേറിക്കൊള്ളാവുന്ന ഈശോയുടെ പട്ടാങ്ങിയായിട്ട് പറയുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരുടെയൊക്കെ ആവശ്യിക്കട്ടെ, അവർക്ക് നല്ല റിസൾട്ട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പഠിക്കുന്ന രാത്രിയും പകലും പഠിക്കുന്നുണ്ട്, ഈ നാശം പിടിച്ച പഠനം എന്ന് തീരും എന്നറിയാതെ അവർ വിഷമിക്കുന്നവരുടെ ഈശോയെ, അവരെല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയും സൗഖ്യപ്പെടുകയും നിങ്ങളുടെ ജീവിത മാർഗങ്ങൾ, കമ്പോളങ്ങൾ, വ്യവസായശാലകൾ, അത് വഴിമുട്ടിയവർ, അടഞ്ഞുപോയവർ, കടം കയറി മുടിഞ്ഞു പോയവർ, ജപ്തി നടപടി നേരിടുന്നവർ, സാമ്പത്തിക ബാധ്യതകൾ ഇനിയും സാധനം എടുത്ത് വെക്കാൻ പറ്റാത്തവർ, നാട്ടുകാരുടെ കൈകളിലേക്ക് സാധനങ്ങൾ പോയി കടമായി പോയവർ, കടം കയറി തകർന്നു പോയവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയൊരു വഴി എങ്ങനെയാണെന്നറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മക്കളുണ്ട്, തൊഴിൽ തേടി അലയുന്ന മക്കളുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, ഉദ്യോഗസ്ഥന്മാർ, പണ്ട് ജോലി ഉണ്ടായിരുന്നവരും ഇപ്പോൾ സസ്പെൻസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈശോയെ, പല പല കാര്യങ്ങളും ജനങ്ങളുടെ സമ്മർദ്ദങ്ങളും മൂലം പല പല വിഷമതകളാൽ കർത്താവ് കഴിയുന്ന ഓരോരോ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ കർത്താവ് ഒരു പഠന ജോലി സംബന്ധമായ സർവീസ് പ്രോബ്ലംസ് വിശ്രമിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കാർഷിക മേഖലകളിൽ ആവശ്യത്തിന് വളമില്ല, ചരക്കുകൾ കൊടുക്കാൻ പറ്റണില്ല, ഏലം ഇരുന്ന് പോകുന്നു, കുരുമുകൾ ഇരുന്ന് പോകുന്നു, റബ്ബർ ഷീറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ പേരിൽ കടമേറി മുഴുകയും വിഷമിക്കുകയും ചെയ്തവരുണ്ട്. കർത്താവ് അവരെല്ലാം ഏറ്റെടുക്കണേ. മത്സ്യങ്ങൾ ചെറുതാകുന്നു, കിട്ടുന്ന മത്സ്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല, വലിയ വില കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വ്യത്യസ്തമായ ജീവിത മേഖലകൾ വേദനിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ മേഖലകളിലും നിർമ്മാണ തൊഴിലാളികളെയും, കർത്താവ് കൽപ്പണിയും മരത്തിൻ്റെ പണികളുടെ എല്ലാം പെയിൻറ്റേഴ്സിനെ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികളെയും വാഹന തൊഴിലാളികളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവെ, ഓരോരോ ജോലി ചെയ്യുന്നവരെ, PhD പോലെയുള്ള പ്രബന്ധങ്ങൾ ചെയ്യുന്നവരെ, അതുപോലെ ഡിസർട്ടേഷൻ ചെയ്യുന്നവർ, റെക്കോർഡ് ചെയ്യുന്നവർ, കർത്താവെ, അവരെല്ലാം അവർ ഉറക്കം നിന്ന് ഊണുമില്ലാതെ ചെയ്യുന്ന ജോലികൾക്ക് അവർക്ക് നല്ല മാർക്ക് കൊടുത്ത്, നല്ല ക്ലാസ് കൊടുത്ത്, അവർക്ക് നല്ല സന്ധിപ്പ് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ കലഹമുള്ള വീടുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പേര് പിരിഞ്ഞവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിയാപ്പണെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞവരെ കൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എത്രയും വേഗം കൂട്ടുചേരാനും കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലുള്ളവരും സ്വദേശങ്ങളിലുള്ളവരും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ സർവ്വ മനുഷ്യരും യേശുക്രിസ്തു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദിവസം കർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഞാൻ അവിടുന്ന് പഠിച്ചൊന്നുമില്ല. പെട്ടെന്ന് ഞാൻ ദിവസങ്ങളിൽ കുർബാന ശരിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു നോട്ട് തന്നതാണ്. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് അതായത് ആദത്തിനോട് കർത്താവ് ചോദിക്കുന്നത് നമ്മളെപ്പോഴും കേൾക്കണതാണ്. ആദം, വേർ ആർ യു? 33:9. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? നീ എവിടെയാണ് എന്ന്
ഞാനും കുറേ ധ്യാനം ഇങ്ങനെ എവിടെയാണ് എന്നുള്ള ധ്യാനം ഞാൻ കൂടിയിട്ടുണ്ട്. പക്ഷെ അതില്ല. ഈ ദിവസം എൻ്റെ കുർബാന ചെല്ലിയപ്പോൾ കർത്താവ് പറഞ്ഞത്, നീ എവിടെ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് പറയണത് ഉൽപ്പത്തി തന്നെയാണ് പറയണത്, എബ്രഹാത്തിനോട് പറയണതാണ്. എന്താണ്? ഉൽപ്പത്തി 17:1. ഉൽപ്പത്തി 17:1. എന്താണ്? അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അതാണ്. അതായത് എവിടെയാണെന്ന് ചോദിച്ച വ്യക്തി ഒരു കുറ്റവാളിയായി പോയപ്പോഴാണ് ചോദിച്ചത്. വെർ ആർ യു, നീ എവിടെയാണ്? 33:9 ചോദിച്ചതാണ്. എന്താണ്? അപ്പോൾ ഒരു കുറ്റത്തിൻ്റെ കഴിഞ്ഞുള്ള സാഹചര്യമാണത്. പക്ഷെ അതിന് പരിഹാരമായിട്ടാണ് എബ്രഹാം ആദ്യത്തെ ആളെ വിളിക്കണത്, എബ്രഹത്തിനെ വിളിക്കണത് ദൈവം. രക്ഷാകര നടപടിക്രമങ്ങൾ ചരിത്രം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് ആദം കുറ്റം ചെയ്തപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ കുറ്റത്തിൻ്റെ മുമ്പിലാണല്ലോ എന്ന്. അതുകൊണ്ട് നീ അത് റീഷിഫ്റ്റ് ചെയ്യണം, മനുഷ്യപ്രകൃതിയെ റീഷിഫ്റ്റ് ചെയ്യണം. അത് എബ്രഹാമാണ് എൻ്റെ ആള്. എബ്രഹാത്തോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ആയിരിക്കരുത്, മറിച്ചെന്ത് ചെയ്യണം? നീ എൻ്റെ മുമ്പാകെ ആയിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? കുറ്റമറ്റവനായിരിക്കണം. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും കുറ്റമറ്റവനായി വർത്തിക്കുമ്പോഴേ, നീ ഏത് മതത്തിലുള്ള അയാളായാലും ശരി ദൈവത്തിന് മുമ്പിലാണ്. ക്ലിയർ അല്ല? അതുകൊണ്ട് തന്നെയാണ് കുറ്റം ചെയ്ത് കഴിയുമ്പോൾ ദാവീദ് പറയുകയും 51:11 എടുത്ത് സങ്കീർത്തനം, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അപ്പൊ നോക്കി, അവിടെ നോക്കിയേ. അപ്പൊ കുറ്റമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ദൈവദൃശ്യനതയും നമ്മൾ ഡിപ്രൈവായി പോകും. അതുകൊണ്ടാണ് ദാവീദിൻ്റെ കയ്യിൽ നിന്ന് കയ്യബദ്ധങ്ങൾ വന്നില്ല, പ്രലോഭന വശംവദമായി വലിയ തിന്മകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അയക്കൊണ്ട ഇഫക്റ്റ് എന്താണ്? അയാൾ ദൈവദൃശ്യനതയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് തോന്നി. അപ്പം നിഷ്കാസനം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗം എന്താണ്? അനുതാപമാണ്. അപ്പോൾ ദൈവവിധരെ നമ്മുടെ ജീവിതത്തിലെ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് വിത്ത് ഹെവി കൺട്രിഷൻ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരു മനുഷ്യന് അവൻ്റെ തിന്മയെക്കുറിച്ച് തന്നെ ഒരു ഏറ്റുപറച്ചിലുണ്ടായാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ദൈവതിരുസന്നിധി വരും. എന്ന് വെച്ചാൽ നീ ദൈവതിരുസന്നിധിയിലല്ലെങ്കിൽ വരാനുള്ള ഏറ്റവും വലിയ എളുപ്പമാർഗം അനുതാപമാണ്. നിനക്കൊരു അനുതാപം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലെ കുറ്റം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നീ ഒഴിവായി നിന്നുകൊണ്ട്, അത് ദൈവത്തിൻ്റെ പേരിലാണ് ഞാൻ കുറ്റം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന് നീ പറഞ്ഞാൽ നീ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവതിരുസന്നിധി വരും. അതുകൊണ്ട് ഈ ദിവസം നീ എവിടെയെല്ലാം ആയാലും കർത്താവിൻ്റെ തിരുസന്നിധിയിലാണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാ ദിവസവും ഭയങ്കരമായ നമുക്ക് ആവേശവും ആശ്വാസവും ആത്മാഭിഷേകവും ഒക്കെ നൽകുന്ന നല്ല നിലവാരമുള്ള ഉടമ്പടി സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവും. അതിൽ ചില സാക്ഷ്യങ്ങളാണ് നമ്മുടെ ആരാധനയ്ക്കായി നമ്മൾ സെലക്ട് ചെയ്യണത്. ഈ ആഴ്ചയിൽ സെലക്ട് ചെയ്യണത് ഒരു വെല്ലുവിളിച്ച് പറഞ്ഞ സാക്ഷ്യ, ഡാർലി റോയി ചേന്നമംഗലത്തു നിന്ന്. ഈ സാക്ഷ്യം പല കാര്യങ്ങളെ കൊണ്ട് ഉടമ്പടി ഫീച്ചേഴ്സ് ഉള്ളതാണ്. ഉടമ്പടി ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടിയുടെ മുഖമുദ്രയുള്ള സാക്ഷ്യം. ഒന്ന്, ഹെവി ഡ്യൂട്ടി ചെയ്യണം, അതാണ് ഉടമ്പടിയുടെ ഒരു മുഖമുദ്ര. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രാർത്ഥനാ രീതികൾ, സഭയിൽ എന്തുമാത്രം അനുഗ്രഹം കിട്ടുന്ന പ്രാർത്ഥനകൾ കൊണ്ട് ഇല്ലേ നമ്മൾ അതുവഴിയല്ലേ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ സ്പെഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഹെവി ഡ്യൂട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ പൊക്കണം, പവർ ലിഫ്റ്റ് പോലെയാണ്. അതാണ് മരിയൻ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ഉടമ്പടിയുടെ ഫീച്ചർ എന്ന് പറയുന്നത് കവനൻ്റ് ഫീച്ചേഴ്സ്. ഉടമ്പടിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ടൈം ഷോർട്ടനിങ് ചെയ്യണം. എപ്പോഴെങ്കിലും നടക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴെങ്കിലും നടന്നാൽ പോരാ. ആവശ്യ സമയത്ത് നമുക്ക് അത്യാവശ്യ സമയത്ത് ഉപകരിക്കണം. അതാണ് ടൈം ഷോർട്ടനിങ്. സമയം എന്ന് പറയുന്നത്
ഉടമ്പടി പോലെ സമയത്തെ വളരെ സമയത്തെ സ്വാധീനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ള വിഷയം സമയത്തെ സ്വാധീനിക്കുക, സ്ഥലത്തെ സ്വാധീനിക്കുക. ഈ രണ്ട് സ്വാധീനങ്ങളിലൂടെയാണ് നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റണത്. എപ്പോഴും സമയത്തെ സ്വാധീനിക്കാനും ഇപ്പോൾ ഒരു വിഷയം എന്തായിക്കോട്ടെ അതിന് രണ്ട് പ്രധാനപ്പെട്ട തട്ടകങ്ങളുണ്ട്. ഒന്ന് ടൈം ആൻഡ് സ്പേസാണ്. ആദ്യം സമയത്തെ സ്വാധീനിക്കണം, പിന്നെ സ്ഥലത്തെ സ്വാധീനിക്കണം. ഇത് രണ്ടും സ്വാധീനിക്കുമ്പോഴാണ് ഷോർട്ടണിങ് സംഭവിക്കുന്നത്, സ്പീഡ് സംഭവിക്കുന്നത്. അതിന് ബൈബിളിൽ നമുക്ക് ഇന്ന് വരെ കവനൻ്റ് അല്ലാതെ വേറെ ഒരു ഫോർമുല ഇല്ല. കവനൻ്റ് ഒരു ഫോർമുലയാണ്, ഒരു സൂത്രവാക്യം എന്ന് വെച്ചാൽ നമുക്ക് ടെക്നിക്ക് എന്ന് പറയത്തില്ലേ, ടെക്നിക്ക്, സൂത്രം എന്നൊക്കെ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കേണ്ട ഉപായം പോലെയുള്ള എന്തോ സൂത്രപ്പണിയെന്നല്ല, ടെക്നിക്കാണ്, ടെക്നോളജി എന്ന് സാങ്കേതിക വിദ്യ. ഒരു ബൈബിൾ സാങ്കേതിക വിദ്യയാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നത്. അത് ഫോർമുലയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരു പ്രത്യേക ഇക്വേഷൻ, സമവാക്യത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങളോട് പതുക്കെ പറയാം. അപ്പം ആ സമവാക്യം ഉപയോഗിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഫോർമുല ഉപയോഗിക്കുമ്പോഴാണ് ടൈം ഷോർട്ടറിങ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ടെക്നിക്കൽ ബേസ് ചെയ്ത് മനസ്സിലാക്കണം. ഒരു ഭക്താനുഷ്ഠാനം ആയിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്യരുത്. മേ ബി ദൈവത്തോട് ഇടപെടുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് ഭക്തി ഉണ്ടാവും, ഭക്തി ഇല്ലാതെ എങ്ങനെ നിൽക്കാൻ പറ്റും? പക്ഷേ ഭക്തി മാത്രമല്ല ഇതിന് പിന്നിലുള്ളത്. ഭക്തിയുടെ ഒരു വൈകാരിക അംശമല്ല, മറിച്ച് ആധ്യാത്മിക സാങ്കേതിക വിദ്യയുടെ ഒരു വിചാര അംശം ഉടമ്പടിയിലുണ്ട്. അതുകൊണ്ടാണ് ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഇല്ലെങ്കിൽ ഉടമ്പടിയുടെ ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല. പുറമേയൊക്കെ നമുക്ക് കറങ്ങി നിൽക്കാവുന്നല്ലാതെ ഉടമ്പടിയുടെ ഉള്ളിലേക്ക് പോകാൻ പറ്റുകയില്ല. തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ സുവിശേഷ വിഹിതമായിട്ട് ഒരു വിശ്വാസിക്ക് അറിയണം. അതുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് സാക്ഷരത വരുന്നത്. 200 സാക്ഷരതാ ക്ലാസ്സായില്ലേ ഉടമ്പടി സാക്ഷരത, എല്ലാ ദിവസവും ഉണ്ടാവും. ഇതിൻ്റെ മൂന്നാമത്തത്, ഈ ടൈം ഷോർട്ടനിങ്ങിൻ്റെ മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മെരിറ്റിൽ നടക്കാത്തതായിരിക്കണം. ഉടമ്പടിയുടെ മൂന്നാമത്തെ ഫീച്ചർ മെരിറ്റിൽ നടക്കാത്തതായിരിക്കണം. ദൈവമനസ്സിൻ്റെ ഏറ്റവും വലിയൊരു വെളിപ്പെടുത്തലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. പക്ക ഉടമ്പടി ഫീച്ചേഴ്സുള്ള, അതായത് ടൈം ഷോർട്ടനിങ് ചെയ്യുന്ന, സമയത്തെ ചുരുക്കുന്ന, അതുപോലെ തന്നെ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്ന, യോഗ്യത കൊണ്ടല്ലാതെ കൃപ കൊണ്ട് വർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി ചെയ്യുന്ന, പല ആൾക്കാരും പല വിധത്തിലും ട്രൈ ചെയ്തിട്ട് നടക്കാത്ത ഒരു കാര്യം. ഇതാണ് ഈ ഡാർലി റോയി പറയുന്ന ഒരു സാക്ഷ്യം. ഉടമ്പടിയുടെ 3 മുഖമുദ്രകൾ ഇതിൻ്റെ അടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടും. ഉടമ്പടിയുടെ ഏതെങ്കിലും ഒരു കാര്യം വർക്കൗട്ട് ചെയ്യും, നോട്ട് ബൈ മെറിറ്റെങ്കിലും വർക്ക് ചെയ്താൽ നിങ്ങളുടെ കാര്യം തീരുമാനമാകും. അതുകൊണ്ട് എൻ്റെ മക്കൾ വളരെ ശാസ്ത്രീയമായി സൂക്ഷ്മതയോടെ ആണ് നിങ്ങളുടെ വിഷയങ്ങളെ ഉടമ്പടി ആപ്ലിക്കേറ്റ് ചെയ്ത് പഠിക്കണം. ഇത് ഉടമ്പടി ഒരു ആപ്ലിക്കേഷൻസാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ വ്യത്യസ്തമായ ആപ്ലിക്കേഷൻസ് രീതികളുണ്ട്. ഓരോരുത്തരും ഓരോ രീതികളാണ് ഉപയോഗിക്കുന്നത്. ആ ബൈബിളിക്കൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ, ഞാൻ അവിടെ ബൈബിൾ പഠിക്കുന്നത് എപ്പോഴും സ്കൂൾ അനുസരിച്ചാണ് പഠിക്കുന്നത്. ഉടമ്പടിയുടെ സ്കൂൾസ്, ഇപ്പോൾ സാംസൺ എന്ത് സ്കൂളാണ് ഉപയോഗിച്ചത്, മാസ്റ്റേഴ്സ് എന്ത് സ്കൂളാണ് ഉപയോഗിച്ചത്, അതുപോലെ ഇങ്ങോട്ട് ഓരോ മനുഷ്യരും ദൈവത്തെ കണ്ടെത്തി ജീവിതത്തിൻ്റെ വലിയ ഭാരങ്ങളെ അതിജീവിച്ച, വെല്ലുവിളികൾ അതിജീവിച്ച മനുഷ്യന്മാർ കണ്ടുപിടിച്ച മാർഗ്ഗങ്ങളൊക്കെ എപ്പോഴും ബൈബിള് വളരെ സുന്ദരമായ രീതിയിൽ, നിങ്ങളോട് ബൈബിൾ വായിക്കാൻ പറഞ്ഞില്ലേ 1 മണിക്കൂർ എല്ലാ ദിവസവും, അരമണിക്കൂർ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണമെന്ന് ഉടമ്പടിയുടെ നിബന്ധനയുടെ ഭാഗമാണ്. അതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എല്ലാവരും വായിക്കുകയല്ല. അതിൽ ബൈബിള് ദൈവത്തെ കൺഫ്രണ്ട് ചെയ്ത ഓരോ ബൈബിൾ വ്യക്തിത്വങ്ങളുണ്ട്. ഉദാഹരണത്തിന് ദാവീദ് രാജാവ്, അദ്ദേഹം ഉപയോഗിച്ച മെത്തേഡ്, ദൈവാഭിമുഖ്യത്തിന് ഉപയോഗിച്ച മെത്തേഡ്. അങ്ങനെ എന്ത് മെത്തേഡാണ് ഉപയോഗിച്ചത്? അങ്ങനെ സാവൂളിൻ്റെ അടുത്ത് വരുമ്പോൾ, സാവൂൾ ഫിലിസ്തീനുമായിട്ടുള്ള ഗംഭീര യുദ്ധം നടക്കുകയാണ്. എല്ലാ സേനാ നായകന്മാരും പട്ടാള ജനറൽമാരെല്ലാം ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുകയാണ്. ലീവ് എടുത്ത് വീട്ടിൽ പോയവന്മാരെ അവരുടെ ഭാര്യമാർ വിടണില്ല യുദ്ധത്തിലേക്ക്, തിരിച്ചു വരികയെന്ന് അവർക്കറിയാം. ഗോലിയത്തല്ലേ അപ്പുറം നിൽക്കുന്നത്. അതുകൊണ്ട് ഭാര്യമാരെല്ലാം ഇവരെ വട്ടപ്പൊട്ടിട്ട് പിടിച്ച് വീട്ടിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഭർത്താക്കന്മാരെ. സാവൂൾ നിന്ന് തിരികെ ഇത് പമ്പരം പോലെ ചുറ്റിക്കണം. കാര്യം പട്ടാളക്കാരെല്ലാം ലീവ് എടുത്ത് പോയി.
പട്ടാള ജനറൽമാരൊക്കെ എല്ലാം അവരുടെ ഭാര്യമാർ പോവില്ല ഞങ്ങൾക്കാരുമില്ല, കുഞ്ഞിനാരുമില്ല, എനിക്കാരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണീര് കൊണ്ട് കാല് കെട്ടി വെച്ചിരിക്കുകയാണ് എല്ലാത്തിനെയും പട്ടാളക്കാർ. ഇങ്ങനൊരു അവസ്ഥയിലാണ് അപ്പം കൊണ്ട് ജസ്സയെ പറഞ്ഞു വിട്ടിട്ട് ചേട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ദാവീദ് വരണത്. ദാവീദ് ഇവിടെ വരുമ്പോൾ സിറ്റുവേഷൻസ് ദാവീദ് മനസ്സിലാക്കും. എന്താ കാര്യം? ഇത് സാവൂള് യുദ്ധം ജയിക്കാൻ പോകുന്നില്ല. ഇസ്രായേൽക്കാരെ അപ്പം പോലെ തന്നെ ഫിലിസ്തീൻസ് തിന്നു തീർക്കും. അപ്പോൾ ആ മനുഷ്യന് പെട്ടെന്ന് ആത്മാഭിഷേകം ഉണ്ടാകും. ഒരു ഹെവി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ദൈവം അവനെ ഒരുക്കുകയാണ്. ഇതാണ് ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഗോലിയത്താണ് ഹെവി ഡ്യൂട്ടി. ഈ ഹെവി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ദൈവം ഇവനെ ഒരുക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈ ദൈവം തന്നെയാണ് ഉടമ്പടിയുടെ ദൈവം. ഈ ദൈവം തന്നെയാണ് നിന്നെ ഒരുക്കാൻ പോണത്. നിൻ്റെ മുമ്പിലുള്ള ഗോലിയാത്തിനെ അതവൻ എത്ര ഭീകരനായാലും അതിനെ എല്ലാം പ്രതിരോധിക്കാനുള്ള കഴിവ് ദൈവം ഉടമ്പടി നിക്ഷേപിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാവീദ് നേരെ സാവൂൾ രാജാവിനോട് ചെന്നിട്ട് ഞാൻ യുദ്ധത്തിന് പോകാമെന്ന് പറയും. അത് പറയണത് ഒരു ധൈര്യത്തിൻ്റെ പേരിലാണ്. അതൊക്കെ തന്നെ കാര്യം, അതൊക്കെ മുമ്പ് തന്നെ ഇവന് അഭിഷേകം വാങ്ങിച്ചിട്ടുണ്ട്. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഉടമ്പടി നിങ്ങൾ ആത്മാവിൽ ഒരു അഭിഷേകം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത് ഉടമ്പടിയിലാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് അഭിഷേക തൈലം ഉപയോഗിക്കാൻ കാര്യം. ചിലരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ വെളിച്ചെണ്ണ എന്നൊക്കെ പറയത്തില്ലേ? വെളിച്ചെണ്ണ അല്ല, ശുദ്ധമായ ഒലിവെണ്ണയാണ് നിങ്ങൾക്ക് ഉടമ്പടി തൈലമായിട്ട് തരണത്. 12 പ്രാവശ്യം പ്രത്യേക പ്രാർത്ഥന ചൊല്ലിത്തരും. അത് അഭിഷേകം ചെയ്താണ് ഉടമ്പടി പ്രാർത്ഥന നടത്തണം നമ്മൾ, ഇല്ലേ? ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഉടമ്പടി തൈലം എടുത്തിട്ട് നെറ്റിയിൽ നിങ്ങളുടെ അഭിഷേകം പുതുക്കും. ആ ബന്ധം പുതുക്കുകയാണ് നമ്മൾ. അതിലൂടെ യു ആർ ഗെറ്റിംഗ് എംപവേർഡ്. നിങ്ങൾ അതിലൂടെ ശക്തി ധരിക്കുകയാണ്. ആ ഒരു ബോധമുണ്ട്. ഇതൊരു അനുഷ്ഠാനമല്ല, അതിലൂടെ നിങ്ങൾ ശക്തി ധരിക്കുകയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അഭിഷേകത്തിൻ്റെ ഒരു ആശംസയുണ്ട്. അഭിഷേകം ചെയ്യുമ്പോൾ ദൈവം ഒരു ആശംസ കൊടുക്കും. എന്താ കൊടുക്കുന്നത്? ശക്തനും ധീരനുമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് ഒരു ഒപ്പോണൻറ്റിനെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ദൈവം എപ്പോഴും ഉടമ്പടി ചെയ്യിക്കുന്നത്. ഒരു ഒപ്പോണൻറ്റ് ചിലപ്പോൾ നിങ്ങളുടെ പഠനമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ തോറ്റുപോകുന്ന അവസ്ഥകളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗോടമ്പടി നടക്കാത്ത സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എതിർക്കുന്ന അയൽവാസിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ തന്നെ നിങ്ങളുടെ ചതിപ്രയോഗം നിങ്ങൾക്കെതിരെ നടത്തുന്ന വ്യക്തിയാകാം. എനിവേ ഒരു ഒപ്പോണൻറ്റിനെ, എതിരാളിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം എപ്പോഴും അഭിഷേകം ചെയ്യണത്. എന്നിട്ട് ദൈവം പറയുന്ന ഒരു ആശംസയുണ്ട്. എന്താണ് വായിച്ചുള്ളത്? ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ഉടമ്പടി അഭിഷേകത്തിലൂടെ നമ്മൾ അനുസ്മരിക്കണം എന്താണെന്ന് അറിയാവോ? ഈ ശക്തനും ധീരനുമായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈക്കോളജിക്കാർ പറയുന്ന പോലെ ഒരു സജഷൻ ടെക്നിക്ക് അല്ലത്. ഓർക്കണം. അതായത് ഇത് വിശ്വാസവും മനഃശാസ്ത്രവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മനഃശാസ്ത്രം ഇല്ലാത്തതുണ്ടെന്ന് മനുഷ്യനെ ധരിപ്പിക്കാൻ വേണ്ടി ഹിപ്നോട്ടിസമോ സജഷൻ മെത്തേഡോ ഉപയോഗിക്കും. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? സജഷനല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ശക്തനും ധീരനുമായിരിക്കുക എന്ന് ആശംസിക്കുമ്പോൾ ഓർക്കുക, ആ ശക്തനും ധീരനുമായിരിക്കേണ്ടത് എന്താണ്? ദ ലോർഡ് ഈസ് വിത്ത് മീ. ദൈവം എന്നെ അഭിഷേകം ചെയ്ത ദൈവം അഭിഷേകം ചെയ്തിട്ട് അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുകയല്ല, ഈസ് കമ്മിങ് വിത്ത് മീ. ഉടമ്പടി പ്രകാരം കൂടെയുള്ള ദൈവമാണ് നമുക്ക് വിജയം നൽകുന്നത്. മനസ്സിലായില്ലേ? വിജയം എന്ന് പറഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലുമാണേ, അല്ലാതെ പരീക്ഷയ്ക്ക് മാത്രമല്ല. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികളിലും നമുക്ക് വിജയം നൽകണത് ഉടമ്പടി പ്രകാരം കൂടെയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ദൈവത്തെ കൂടെ നിർത്തണമെന്ന് പറയാൻ കാര്യം. മനസ്സിലായില്ലേ? ചിലർ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ അതെന്താ ഒരു കർമ്മം പോലെ ഇവിടെ നിർവഹിച്ചിട്ട് നിങ്ങൾ പഴയ ആൾക്കാരായിട്ട് പോകും. അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഉടമ്പടി എടുക്കുമ്പോൾ അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമാണ് ദൈവം കൂടെ വരിക. വിജയം കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടെ വരിക തന്നെ വേണം ദൈവം. ഈ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള അഭിഷേക ഓർമ്മയാണ് ഓരോ സമയവും നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നത്. മൈ ഗോഡ് ടു ഹൂം ഐ ഹാവ് കവനൻറ്റഡ്. ഞാൻ ഉടമ്പടി ചെയ്ത ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ കൂടെയുള്ള ദൈവം എനിക്ക് വിജയം നൽകും. നമ്മൾ സാമുവേലിൻ്റെ 1 സാമുവേൽ 18:14 ശ്രദ്ധിക്കട്ടെ. സാമുവേൽ 18:14
കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ, ഏറ്റു പറഞ്ഞേ, കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ, എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ കൂടെയുള്ള ഉടമ്പടി പ്രകാരം കൂടെയുള്ള ദൈവമാണ് നമുക്ക് വിജയം തരുന്നത്. അപ്പോൾ ദാവീദിൻ്റെ വിജയം മുഴുവൻ എങ്ങനെയാണ്? കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിൻ്റെ വിജയമാണ്. അത് കാരണം കക്ഷിയുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയപ്പോഴും ദാവീദ് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പോകുന്ന വാഹനം പെട്ടെന്ന് ഏതെങ്കിലും വാഹനത്തോടുകൂടി ഒന്ന് തട്ടിയെന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്താണ് ചെയ്യണത്? നിങ്ങൾ ആദ്യം ചെയ്യണത്, ഇപ്പോൾ യൂറോപ്പിലെ എവിടെയൊക്കെ പോകാനുള്ളവരാണെങ്കിൽ ആദ്യം അവിടെ വിസ സേഫാണെന്ന് നോക്കും അല്ലേ? വണ്ടി തട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പ്രശ്നം തന്നെ. നമ്മുടെ പാസ്പോർട്ട് വിസ ശരിയാണെന്ന്, സേഫ് കയ്യിലുണ്ടോ എന്ന് നോക്കും. അത് മുറുകെ കയറി പിടിക്കും, ചിലർ താക്കോൽ പിടിക്കും. അതായത് നമ്മളെ നിലനിർത്തുന്ന ആധാരങ്ങളിലും ആസ്പദങ്ങളിലും നമ്മൾ പിടിമുറുക്കും എന്തെങ്കിലും ഒരു അപകടം വരുന്ന സമയത്ത് അല്ലേ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുന്നെന്ന് വിചാരിച്ചോ, വാഹന അപകടമൊന്നുമല്ല, ജീവിതത്തിൽ മനുഷ്യന്മാരാകുമ്പോൾ ഓരോരോ തരത്തിലുള്ള കാലാവസ്ഥ ഭേദങ്ങൾ വരത്തില്ലേ? ഈ കാലാവസ്ഥ ഭേദങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പിടിമുറുക്കേണ്ട എവിടെയാണ്? നമ്മുടെ ആസ്പദങ്ങളിലാണ്. പക്ഷേ നമ്മുടെ ബേസിക് ആസ്പദം എന്താ? ദൈവമാണ്. മനസ്സിലായില്ലേ? ബേസിക് ആസ്പദം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ഇപ്പോൾ ഈ ഡോണ ചേച്ചി എടുത്ത, ഡോണ അല്ല, ഡാർലി ലമിച്ചിയുടെ സാക്ഷ്യത്തിൻ്റെ കൂടെ വേറൊരു സാക്ഷി ബിന്ദു പറഞ്ഞിട്ടുണ്ട്, കുടപ്പനാൽ. ബിന്ദുവിൻ്റെ സാക്ഷ്യവും വിചാരണയ്ക്ക്, ആധ്യാത്മിക വിചാരണയ്ക്ക് കെൽപ്പുള്ളതാണ്. അവരുടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിനെ വാഹനം ഇടിച്ചു. കുറേ നട്ടലുകൾ ഒടിഞ്ഞുപോയി. ഇയാൾ വെൻറ്റിലേറ്ററായി കഴിഞ്ഞപ്പോൾ, പക്ഷേ ഇവരുടെ വൈഫ് ബിന്ദു അവരാണ് ഉടമ്പടി എടുത്തത്. അവരെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടി കാശ്രൂവും കൊണ്ടും തൈലം കൊണ്ട് ഓടി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇങ്ങനെ രക്തത്തിൽ പിടഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യന് ആദ്യം ഉടമ്പടി തൈലം വായിലൊഴിച്ച് കൊടുക്കും, കാശ്രൂവൻ കൈ കൊടുക്കും. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ ഇവർ ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ള ഒരു സ്ത്രീയാണത്. കാര്യം ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ളവർ ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യാൻ യോഗ്യതയുള്ളവരായിരിക്കും. അപ്പം ഞാൻ ഓർക്കുകയെ, നമ്മൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് പണ്ട് എപ്പോഴും ഞാൻ ആശുപത്രി സന്ദർശനത്തിന് പോകുമായിരുന്നു. അതൊരു ശുശ്രൂഷയായിട്ട് എടുത്ത് പോകുമായിരുന്നു എല്ലാ ദിവസമൊക്കെ. പിന്നെ ഈ പ്രാർത്ഥനയുള്ള കാരണം ഇടവക്കാരും ആശുപത്രി കിടക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പോകും. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ ചില ഭർത്താക്കന്മാരൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഈ പൾസ് കുറയുകയോ അല്ലെങ്കിൽ ബോധം പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള ഭാര്യമാരൊക്കെ വലിയ സ്വരത്തിൽ കാറി കർത്താവേ മാതാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശുപത്രി കിടന്ന് കാറ് നിലത്ത് വീണ് അവർക്ക് ചാകാനൊക്കെ പോണ പോലെയൊക്കെ. ഇപ്പോൾ ആര് ചാകുമെന്ന് നമുക്ക് കൺഫ്യൂഷനായി പോകും. ചില സത്യമായ ചില ചേട്ടത്തിമാരെ കല്യാണം കഴിക്കാൻ യോഗ്യതയില്ലാത്തവർ ഒത്തിരി പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ജീവിത പങ്കാളിയെ വിശ്വാസം കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പുരുഷധനമോ ഏറ്റവും വലിയ സ്ത്രീധനമോ. ഏറ്റവും വലിയ പുരുഷധനമെന്ന് പറയുന്നതും ഏറ്റവും വലിയ സ്ത്രീധനമെന്ന് പറയുന്നതും ഒരു ക്രൈസിസിൻ്റെ മുമ്പിൽ ദൈവത്തെ പിടിച്ചെടുക്കാൻ കഴിവാണ് കരുത്തെന്ന് പറയണത്. അപ്പോൾ ഈ മനുഷ്യൻ പറയണതേ, എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ബന്ധുക്കളും ഡോക്ടേഴ്സൊക്കെ ഈ ആശുപത്രി വരണതും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും, പക്ഷേ ഈ അസ്ഥികളെല്ലാം എൻ്റെ നെഞ്ചത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അത്രയും ഞാൻ പെട്ടുപോയെന്ന് പറയും. അപ്പോൾ ഈ വൈഫിൻ്റെ സ്വരം ഈ മനുഷ്യൻ കേൾക്കും. പക്ഷേ നമ്മൾ ഇവിടുന്ന് പോകും, മാതാവ് നമ്മളെ സുഖപ്പെടുത്തി കൊണ്ടുപോകും. എന്താ പറയുക, ഇതാണ് എൻ്റെ ധൈര്യം എന്ന് പറയും. ഇതാണ് എൻ്റെ ധൈര്യം. അതുവെച്ചാൽ ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടി എടുക്കുന്ന വ്യക്തിയിൽ ശരിക്കും പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ്, ഉടമ്പടി എപ്പോഴും ഒരു അവയർനെസ്സിൻ്റെ പ്രാർത്ഥനയാണ്. എന്നുവെച്ചാൽ അവബോധം ഉണ്ടാകണം. അവബോധം, ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്, ദൈവം എൻ്റെ കൂടെ വരുന്നുണ്ട്, അമ്മ മാതാവിൻ്റെ സഞ്ചാര സാന്നിധ്യത്തിന് ഞാൻ അവകാശിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മ എൻ്റെ നിന്ന് വിട്ടുപിരിയാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ എൻ്റെ സ്വഭാവത്തെ ഞാൻ പുനഃക്രമീകരിക്കും. അങ്ങനെയുള്ള ബോധം നമുക്കുണ്ടാകണം. അതാണ് അവയർനെസ് എന്ന് പറയുന്നത്. അല്ല ഉടമ്പടി എടുത്തിട്ട് പിന്നെയും വീട്ടിൽ പോയി വായി തോന്നിയ പഴയ വ്യക്തികളെ പോലെ തന്നെ എടുത്ത് ചാട്ടവും മുൻകോവും കലഹവും ഭിന്നതയും പിടിച്ചു പറയും കള്ളത്തരവും യക്ഷണിയും പരദൂഷണമൊക്കെ ഇട്ട് ചുമ്മാ നടക്കുന്ന ആൾക്കാരില്ല. അവർ ശരിക്കും പറഞ്ഞത് ഉടമ്പടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ നമുക്ക് നൽകുന്നത് ദൈവസാന്നിധ്യം വിട്ടുപോകാതിരിക്കാൻ ദാവീദ്
വലിയ അബദ്ധങ്ങൾ ചെയ്തില്ലേ ഒരു മനുഷ്യന്. കാര്യം ദാവീദിൻ്റെ വൈഫ് സാവൂളിൻ്റെ മകളായിരുന്നു. അപ്പോൾ ജെസ്സയുടെ കുടുംബത്തേക്കാൾ കുറച്ചുകൂടി രാജകീയ കുടുംബമാണ് ഈ സാവൂളിൻ്റെ കുടുംബം. അപ്പോൾ അപ്പൻ്റെ രാജകീയമായ ജീവിതവും ഭരണ നൈപുണ്യവും ഈ സ്ത്രീ ജനത്തിൻ്റെ ആദരവൊക്കെ കിട്ടിയാണ് ഇവളുടെ ബാല്യകാലം തൊട്ട് ഇവർ വളരണത്. പക്ഷേ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭർത്താവായി കിട്ടിയ ആൾ, പക്ഷേ അയാൾക്ക് വലിയ പഠിപ്പൊന്നുമില്ല, അയാൾ ഇടയനായിരുന്നു. അത് കാരണം ഇവർക്ക് ബേസിക്കായിട്ട് ഇവനോട് പുച്ഛമായിരുന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ദാവീദിൻ്റെ വൈഫിന് ഉണ്ടായ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ദാവീദിലുള്ള ദൈവാംശം കാണാതെ പോയതാണ്. ദാവീദിലുള്ള കാര്യം, നീ ദാവീദിലുള്ള ദൈവാംശം, നമ്മൾ ഡിഗ്രി നോക്കുന്നു, കുടുംബം നോക്കുന്നു, പാരമ്പര്യം നോക്കുന്നു, പക്ഷെ നോക്കേണ്ട കാര്യം എന്താണ്? ദൈവാംശമാണ്. ആ വ്യക്തിയിൽ ദൈവാംശം കാണണം. ഇപ്പോൾ ഈ ബിന്ദു ആ ടൈപ്പാണ്. ബിന്ദുവിലുള്ളത് എന്താണ്? ദൈവാംശം കൂടുതലാണ്. അതുകൊണ്ട് ഏത് ഒരു യുദ്ധകാല സാഹചര്യമാണെന്ന് പറഞ്ഞാലും ബിന്ദു ഈ ഹസ്ബൻഡിനെ കൊണ്ടുപോകും. കാര്യം അവരാണ് കപ്പാസിറ്റിയുള്ള ലേഡിയാണ്. കാര്യം ഈ 6 ഡോക്ടർമാർ ഇവരോട് പറയും ഓപ്പറേഷൻ വേണം. ഇപ്പോൾ അയാൾ ഒരു എഴുന്നേറ്റ് പൊങ്ങാവുന്ന രീതിയിലാകുമ്പോൾ 6 ഡോക്ടർമാർ മാറി മാറി ഇങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ, ഫോർത്ത് ഒപ്പീനിയൻ കാണിക്കുമ്പോൾ പറയും ഈ എല്ലാം നേരെ ആക്കിയെടുക്കണമെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് പറയും. അപ്പോഴും ബിന്ദു പറയും ഓപ്പറേഷൻ വേണമെങ്കിൽ വേണം, പക്ഷേ അതിനാദ്യം കൃപാസന അമ്മയെടുത്ത് പോയിട്ട് വരാമെന്ന് പറയും. ഇതാണ് വിഷയത്തിൻ്റെ ലിങ്ക് മാറ്റം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് വരിയെല്ലൊക്കെ ഒടിഞ്ഞിരിക്കുന്ന ഹസ്ബൻഡിനെ വിശ്വാസം കൊണ്ട് ഗൈഡ് ചെയ്യാനുള്ള ഇവരുടെ കഴിവെന്ന് സ്റ്റിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതായത് വിശ്വാസം നമ്മൾ ദൈവത്തിൽ കലർപ്പില്ലാതെ അവതരിപ്പിക്കുന്നതാണ്. ഇത് ഒരു ഇതിൻ്റെ നിലവാരം ഇത്തിരി കൂടിയ നിലവാരമാണ് വിശ്വാസത്തിൻ്റെ. ഈ മനുഷ്യന് നല്ല ദൃഢഗാത്രനായ ഒരു മനുഷ്യനാണ്. അയാളെയും കൊണ്ടുവന്ന് ഓപ്പറേഷന് മുമ്പ് ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചിട്ട് ഒരു ചീട്ടെടുത്തിട്ട് എൻ്റെ അടുത്ത് വരും. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇയാളുടെ നടുവിനെല്ലാം തടവി 36 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ ഒരു യോഗ്യതയുണ്ട്. അത് വല്ലാതെ യോഗ്യതയാണത്. പിന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത് കണ്ട ഒരു യോഗ്യതയുണ്ട്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യത, 36 കൊല്ലത്തെ പരിശുദ്ധ കുർബാന അർപ്പിച്ചതിൻ്റെ യോഗ്യത, ഇതെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് ഞാൻ ഈ മനുഷ്യനെ പിൻകഴുത്ത് മുതൽ താഴെ വരെ ഇങ്ങനെ തടവും. അപ്പം ജനങ്ങളെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഈ ഒറ്റ തടകിലൂടെ ഈ മനുഷ്യൻ പൂർണ്ണമായി സൗഖ്യപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയും. എന്താ കാര്യം? ആ സമയത്ത് അറിയാൻ പറ്റും നമുക്ക്, നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ഇയാൾ പിറ്റേ ദിവസം പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, മാതാവ് എല്ലാം സെറ്റ് ചെയ്തിരിക്കണം, എല്ലാം. അതായത് എനിക്കെപ്പോഴും പറയാനുള്ളത്, ഒന്നും ഇതിൻ്റെ അച്ചാണിയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഈ വൈഫാണ്. 6 ഡോക്ടർമാർ പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട് ഇത് ഈ അസ്ഥി ഒടിഞ്ഞാക്കി എങ്ങനെ വരാനാണ്? പുള്ളി അദ്ദേഹം ബിന്ദുനോട് ഈ അസ്ഥി ഒടിഞ്ഞാക്കി എങ്ങനെ വരാനാണ്? നമുക്ക് ഡോക്ടർമാർ പറഞ്ഞാൽ കേൾക്കാം. അപ്പോൾ പറയും ഡോക്ടർമാർ പറഞ്ഞാൽ നിങ്ങളെ കേട്ടോ, പക്ഷേ നമുക്ക് അമ്മയ്ക്ക് ഇപ്പോൾ കണ്ടിട്ട് വന്നിട്ട് എന്താണെന്ന് ചെയ്യാം. അപ്പോഴാണ് അവരുദ്ദേശിക്കുന്നത് ക്കാൾ മെച്ചമായിട്ടാണ് അമ്മ ആ വിഷയം ചെയ്യണത്. ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്, നിങ്ങൾ നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോഴും പല ആൾക്കാർക്കും നേരം വെളുത്തിട്ടില്ല. അവരിങ്ങനെ ഒരു അനുഷ്ഠാനം പോലെ അങ്ങനെ ഉടമ്പടി എടുത്ത് വെക്കട്ടെ, ഒക്കുമായിരിക്കില്ല, ഒത്താൽ കൊള്ളാം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോഴം കളിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി പേരുണ്ട്. അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, സാധനം വിഷയം എടുത്തിട്ടില്ല. അവരാരൊക്കെ ഉടമ്പടി എടുത്ത് അവർക്ക് എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ചുമ്മാ വന്ന് നമ്മളൊക്കെ ഇനി ഉടമ്പടി എടുത്തിട്ടില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഉടമ്പടി എടുത്ത ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തില്ലെന്ന് പറഞ്ഞ് വേണ്ട എടുത്തേക്കാം, എന്നാൽ അവർ ഉടമ്പടികൾ തന്നേക്കാൻ പറയും. അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ആൾക്കാർ, ഇവിടെ ഒരു ഉടമ്പടി വേണമല്ല എന്ന് പറയും. അവരെങ്ങനെ പറയും? ഈ എന്തോ ഈ അമ്മ പറഞ്ഞിട്ട് മൂത്ത ചേച്ചിക്ക് പൂങ്കാവിൽ പോവുകയാണ്, വേറെ ചേർത്ത് നിന്ന് വന്ന് പൂങ്കാവിലേക്ക് പോവുകയാണ്. അപ്പോൾ മൂത്ത ചേച്ചിക്ക് എന്തോ നല്ല മീൻ കിട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി അമ്മ കൊടുത്തു വിട്ടിട്ട് അനിയത്തി പോവുകയാണ്. അപ്പോൾ അമ്മ പഠിക്കവരെ മാറിയത്, ഇടി നീ പോണ വഴിക്കാ കൃപാസനത്തിനോട് അവിടെ എടുത്തോളാം പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ അപ്പോൾ ഇവിടെ അവർക്ക് നിർത്തി കാര്യം മീൻ ചീഞ്ഞ് പോകത്തില്ല, മീൻ അവിടെ കൊണ്ട് വെച്ചിട്ട് എളുപ്പം ഉടമ്പടി അവിടെ ബഹളം ഉണ്ടാക്കും. അവർക്കറിയത്തില്ല എന്താ ഉടമ്പടി എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം. ആദ്യകാലങ്ങളെ കാര്യം പറയാം, 2016. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിലും ഉടമ്പടിയോട് കമ്മിറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരെ വളരെ ശ്രദ്ധിക്കണം. കമ്മിറ്റ് ചെയ്യില്ല, എടുത്തു വെച്ചിട്ടുണ്ട് ഉടമ്പടി. എന്നിട്ട് ഇതുപോലെ ഓരോ പ്രത്യക്ഷയുടെ പ്രാർത്ഥന നടത്തുന്നുണ്ട്, പിന്നെ ഇതുപോലെ ഉടമ്പടി ധ്യാനം കൂടുന്നുണ്ട്. പക്ഷേ ഉടമ്പടിയിലേക്ക് അവർ ഇൻവോൾവ് ആയിട്ടില്ല.
അവർ സ്വയമായിട്ട് അതിൻ്റെ അകത്തേക്ക് മുഴുകിയിട്ടില്ല, ഉടമ്പടിയിൽ മുഴുകത്തില്ല. അവരിങ്ങനെ ഒരു ഫംഗ്ഷൻ പോലെ ഉടമ്പടി എടുത്താൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ 10 കാര്യം പറയുമ്പോൾ 4 കാര്യം ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ദൈവമായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകും. ഈ ആൾക്കാർക്ക് ഒരിക്കലും ഇവരാണ് ലാഗ് ചെയ്യിക്കുന്നത്. ഉടമ്പടി ദാവീദിൻ്റെ ഉടമ്പടിയായിട്ട് സ്കൂൾ ഓഫ് ഡേവിഡാണ് ഇപ്പോൾ കവനൻ്റ് ആൻഡ് സ്കൂൾ ഓഫ് ഡേവിഡ്. കവനൻ്റ് അതായത് ദാവീദിൻ്റെ ഉടമ്പടി വിദ്യാലയത്തിലാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 16 വായിച്ചവനെ. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. ആരാണ് അഭിഷേകം ചെയ്യാൻ പോണത്? സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യാൻ ജെസ്സിയുടെ വീട്ടിൽ വന്നിരിക്കുന്ന സംഭവമാണിത്. ജെസ്സിക്ക് എത്ര മക്കളുണ്ട്? 12 മക്കളുണ്ടല്ലേ. അതിൽ വില്ലന്മാരുണ്ട്, അതിനകത്ത് ബ്രിഗേഡിയർമാരുണ്ട്, പട്ടാള ജനറൽമാരുണ്ട്, മിടുക്കന്മാരുണ്ട്. പക്ഷേ ഇവരാരും അല്ല എന്നാണ് ആര് പറയണത്? പരിശുദ്ധാത്മാവ് സാമുവേലിനോട് പറഞ്ഞിരിക്കുന്നത്. അവസാനം ഒരു ഇടയബാലൻ വരും, അതാണ് ദാവീദ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയണത്. 16:7 വായിച്ചോളൂ. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? വായിച്ചോളൂ. അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. പറഞ്ഞോളൂ. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. അതായത് ഇത് ദാവീദിന്റെ ജ്യേഷ്ഠന്മാരുടെ അടുത്ത് വരുമ്പോഴേ പരിശുദ്ധാത്മ പറയണതാണ്. ദാവീദിന്റെ ജ്യേഷ്ഠന്മാർ നല്ല 72 മസിൽസൊക്കെ ഉള്ള യുദ്ധവീരന്മാരായിരുന്നു. ജെസ്സി അവരെല്ലാം യുദ്ധം പഠിപ്പിച്ചപ്പോൾ ദാവീദിനെ യുദ്ധം പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഓരോ ചേട്ടന്മാരെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഇവരാണ് രാജാവ്, അടുത്ത രാജാവ്. അതുകൊണ്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ഇവരുടെ മെസ്സിലും ഉയരവും സ്വർണ്ണ നിറമുള്ള മുടിയും സാംസനെ പോലുള്ള രാക്ഷസ ശരീരമൊക്കെ കാണുമ്പോഴേ പരിശുദ്ധാത്മ പറയുന്ന വാക്കാണ്. എന്താണ്? അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. അവൻ്റെ ആകാരവടിവ് നോക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി ഭാഷയെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മെരിറ്റ് നോക്കണം എന്നതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഉടമ്പടി വർക്ക് ചെയ്യണത് 2 കേസിലാണ്, 2 ഫാക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെരിറ്റ്, നിങ്ങൾ മെരിറ്റ് ഇല്ലാത്ത കൊണ്ട് പേടിക്കരുതെന്നതിൻ്റെ അർത്ഥം. ഈ ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒരു വിഷയത്തിന് മെരിറ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പേടിക്കരുതെന്ന് പറയുന്ന പുസ്തകമാണ് ബൈബിൾ. അങ്ങനെ ദാവീദിനെ സാവൂൾ അഭിഷേകം ചെയ്യും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഉടമ്പടിയിൽ എന്താ സംഭവിക്കുന്നത്? 2 കക്ഷികൾ തമ്മിലാണ് ഉടമ്പടി ചെയ്യണത് അല്ലേ? നിങ്ങൾ ഒരു കക്ഷിയായിട്ട് മാറുകയാണ്. ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ഒരു കക്ഷി, പിന്നെ അടുത്ത കക്ഷി ആരാണ്? ദൈവമാണ്, ഈശോയാണ് കക്ഷി. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ ഉടമ്പടി ചെയ്യണത് ഇതൊരു പ്രെയർ അല്ല, ഇത് ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്, ഉഭയകക്ഷി കരാറ്, സമ്മതമാണ്. അപ്പോൾ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സമ്മതമാണെന്ന് പറയും. അപ്പം നിങ്ങളെന്ത് പറയും? കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയും. മനസ്സിലായില്ലേ? ഇതാണ് ഉടമ്പടി. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സമ്മതമാണെന്ന് ദൈവം പറയും. അപ്പോൾ നിങ്ങളെന്ത് പറയും? ഞങ്ങൾ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയും. ഇതാണ് ഉടമ്പടി. അപ്പോൾ നിങ്ങളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. ഇങ്ങനെ സമ്മതമായി കഴിയുമ്പോൾ ഇവിടെ വരുന്ന ഒരു വിഷയം, മറ്റു ഒരു ഉടമ്പടിക്കും ഇല്ലാത്തൊരു ആനുകൂല്യം മരിയൻ ഉടമ്പടിക്കുണ്ട്. സാവൂളിന് കിട്ടാഞ്ഞ ദാവീദിന് കിട്ടാതിരുന്ന ഒരു ആനുകൂല്യം. എന്താണ്? ഇത് പ്രസൻസ് ഓഫ് മേരി, കർത്താവിൻ്റെ അമ്മയുടെ സാന്നിധ്യം. നിങ്ങൾ അവരുടെ മധ്യസ്ഥതയിലാണ് ഉടമ്പടി ചെയ്യണത്. മനസ്സിലായില്ലേ? ആരുടെ മധ്യസ്ഥതയിലാണ്? മാതാവിൻ്റെ മധ്യസ്ഥതയിലാണ്.